ഐശ്വര്യ ദേവത രതിദേവിയെ പോലെ സുന്ദരി, അവരിരുവരും ദമ്പതികളായി. അല്ല, വിധി അവരെ ദമ്പതികളാക്കി തീർത്തു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ശ്ലാഘ്യമാ ആ ചന്ദനമരത്തിൻ അകത്തൊരു. ഈ കഥ നടക്കുന്നതങ്ങ് 1978 കാലത്താണ്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദിയിൽ കഥാപ്രസംഗത്തിൽ 1ാം സ്ഥാനം നേടിയത് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിലെ വി ലതിക. ഇന്ന് വീണ്ടും സംസ്ഥാന കലോത്സവത്തിലെ കഥാപ്രസംഗ വേദിയിൽ ലതികയെത്തി. നീണ്ട 47 വർഷത്തിനു ശേഷം പഴയ സ്കൂൾ കുട്ടിയുടെ മനസ്സുമായി. ഞാൻ 88-ലാണ് മത്സരിച്ചത്. 75 മുതൽ 79 വരെ സ്ഥിരമായിട്ട് ഡിസ്ട്രിക്ട് ഫസ്റ്റ് ആയിരുന്നു. 78-ലാണ് എനിക്ക് തൃശ്ശൂർ വെച്ച് എ ഗ്രേഡ് 1ാം സ്ഥാനം കിട്ടുന്നത്. അതിനുശേഷം പിറ്റേ വർഷവും ഞാൻ മത്സരിച്ചു. പക്ഷേ പിറ്റേ വർഷം ആയപ്പോഴേക്ക് പക്കമേളം കമ്പൽസറി ആക്കിയായിരുന്നു. അപ്പം ഞാൻ 2ാമത് വർഷം പക്കമേളം ഇല്ലാതാണ് മത്സരിച്ചത്. പിന്നെ അതിനുശേഷം ഞാൻ യൂണിവേഴ്സിറ്റിയിലും കഥാപ്രസംഗം അവതരിപ്പിച്ചിരുന്നു. പിന്നെ ഒരുപാട് സ്റ്റേജുകളിൽ 82 വരെ ഞാൻ അന്ന് പറഞ്ഞ കഥാപ്രസംഗം മഹാകവി ഉള്ളൂരിൻ്റെ മൃണാളിനിയാണ്. അത് എൻ്റെ സ്കൂളിലെ തന്നെ അധ്യാപകനായിരുന്ന വർഗീസ് പുത്തമ്പറമ്പൻ സാറിൻ്റെ ആത്മാവിന് മുൻപിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. മാറ്റത്തിനൊത്ത് യുവജനോത്സവം പിന്നീട് കലോത്സവമായി. കഥാപ്രസംഗത്തിന്റെ മട്ടിലും ഭാവത്തിലും ചെറുതെങ്കിലും മാറ്റം വന്നു. അന്നും ഇന്നും പക്ഷേ കലാകാരന്മാർ അതേ മനസ്സുമായി കലോത്സവത്തിനെ മനസ്സോട് ചേർത്ത് പിടിക്കുന്നു. കലോത്സവ നഗരിയിൽ നിന്നും വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.